എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ പാലാരിവട്ടം. നാസൽ സെപ്റ്റൽ ഡീവിയേഷൻ അല്ലെങ്കിൽ NSD എന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. അലർജിക്കാർക്ക് പൊതുവേ ഡോക്ടേഴ്സ് പറയുന്നതാണ്, നിങ്ങൾക്ക് മൂക്കിന് ബെൻഡുണ്ട് അല്ലെങ്കിൽ പാലത്തിന് ബെൻഡുണ്ട്, അത് സർജറി ചെയ്യണം, അതാണ് നിങ്ങളുടെ ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ ശരിക്കും ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. ഇത് വാസ്തവത്തിൽ ഫങ്ഷനുമായിട്ട് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. മൂക്കിൻ്റെ എയർ സർക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷന് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കുന്ന ഒന്നല്ല മൂക്കിൻ്റെ പാലത്തിൻ്റെ ബെൻഡ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ നടുക്കത്തെ ബ്രിഡ്ജാണ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ബെൻഡ് ആവുന്നത്. ഔട്ടർ സർക്കിളിന് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പം ഔട്ടർ ഏരിയയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല, ഇന്നർ ബ്രിഡ്ജ് മാത്രമാണ് ബെൻഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ബെൻഡ് ആയാൽ ഒരു നോസ് ചെറുതാവും, അപ്പോൾ തന്നെ സൈമൾട്ടേനിയസ് മറ്റേ നോസ് വലുതാവും. അപ്പോൾ കാറ്റ് കയറുന്നതിന് ഇതൊരു തടസ്സമല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. താങ്ക് യു.